ക്ഷമയുടെ പരിണത ഫലം നിങ്ങൾക്കറിയാമോ? क्षमा की क्या क्षमता है, आप क्या जानते हैं? മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. तीसरा दिन यीशु मसीह जी उठा. നിങ്ങൾക്കറിയാമോ ക്ഷമയുടെ ഒരു അത്ഭുതം? ക്ഷമയുടെ ഭാഗം കൂടിയാണ് ഒരു അത്ഭുതം അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമ പ്രവചനവുമാകുന്നു. ഈ ഭൂമിയിൽ ആമേൻ ചത്തുപോകുന്ന മൃഗങ്ങളാകട്ടെ, ചത്തുപോകുന്ന ഈച്ചയാകട്ടെ, മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ശരീരം മുഴുവൻ ചീഞ്ഞളിഞ്ഞു പുഴുവരിക്കും. और इस पृथ्वी में हम देख सकते हैं यहाँ की एक रीति है, जो भी चीज मर जाता है वो मरने के बाद उसके शरीर गल जाता है. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ പോലും അടുത്തു പോകത്തില്ല. और अगर एक आदमी का मृत्यु हो जाता है, उसका शरीर गलने लगता है, एक 24 घंटे के बाद पत्नी भी उसके पास नहीं जा सकता. എന്നാൽ മൂന്നാം ദിവസവും लेकिन तीसरा दिन യേശുവിന്റെ ശരീരം കറപ്ഷൻ കണ്ടില്ല. यीशु मसीह के शरीर में कोई करप्शन नहीं था. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ശരീരത്തിൽ ഒരു പുഴു പോലും അടുത്തു വന്നില്ല. यीशु मसीह का शरीर में कोई भी कीड़ा नहीं आया. അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. यीशु मसीह तीसरा दिन जीवित उठा. നീ ക്ഷമിക്കുകയാണെങ്കിൽ अगर तू क्षमा करता है, ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കാൻ तुम्हारे പോകുകയാണ്. जीवन में एक पुनरुत्थान ഈ होगा. ശബ്ദം കേൾക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കാൻ ये പോകുകയാണ്. समय, ये शब्द आप सुनते हैं, इसी समय आपके जीवन में एक पुनरुत्थान നിന്നെ होगा. പീഡിപ്പിച്ചവരുടെ നടുവിൽ, നിന്നെ പീഡിപ്പിച്ചവരുടെ നടുവിൽ, നിന്നെ തിരസ്കരിച്ചവരുടെ നടുവിൽ നീ ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. आपको जिसने पीड़ा दिया, आपको जिसने ठुकराया, उनके बीच में प्रभु आपको खड़ा करेगा. മനഃപൂർവ്വം ക്ഷമിക്കുവാൻ തയ്യാറാകുക. जानबूझकर क्षमा करने के लिए आप तैयार हो जाए.